പ്രിയപ്പെട്ട നമസ്കാരം, സനോജാണ്. ഞാനിന്ന് നിൽക്കുന്നത് കരിമ്പലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ കരിമ്പ പഞ്ചായത്തിൽ പള്ളിപ്പടി കൊണ്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോപ്പർട്ടി കാണിക്കാൻ പോകുന്നത്. നമുക്ക് കൊടുക്കാനുള്ളത് 1 ഏക്കർ 32 സെൻറ്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് ഒരു സുന്ദരമായിട്ടുള്ളൊരു വീടുമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഒരുപാട് റബ്ബർ മരങ്ങളും അതുപോലെ ഒരുപാട് കവുങ്ങുകളും പിന്നെ തെങ്ങും ആയിട്ട് നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലവും വീടുമാണ് നമ്മൾ കാണിക്കുന്നത്. മാത്രമല്ല, ഈ കരിമ്പ പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കല്ലടിക്കോട്ടേക്ക് ഒരു 4 കിലോമീറ്ററും അത് മണ്ണാർക്കാട് ടൗണിലേക്ക് ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇത് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ കരിമ്പ പള്ളിപ്പടി ജംഗ്ഷനാണിത്. ഇവിടെ തന്നെയാണ് തലകൂർത്തി നിൽക്കുന്ന കാത്തലിക് ചർച്ചായിട്ടുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഉള്ളത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു ചർച്ചാണ്. നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും ഈ ചർച്ച്. പാലക്കാട് നിന്ന് വരുമ്പോൾ പള്ളിപ്പടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കുള്ള വഴിയായിട്ടോ. അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ നമ്മുടെ പ്ലോട്ടിലേക്ക് ദൂരമുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ക്ഷേത്രങ്ങളും സ്കൂളുകളും ഉണ്ട് കേട്ടോ. നമ്മുടെ പ്ലോട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ വലിയൊരു മോസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ വരുന്ന വഴി, നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി വേറെയുണ്ട്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജാണ് കാണിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ടേജ് പറഞ്ഞാൽ പഴയ തറവാടിൻ്റെ വീട് പോലെ നല്ല മനോഹരമാക്കിയിട്ടുള്ള ഒരു നീണ്ട നടവഴിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചുറ്റും മനോഹരമായിട്ടുള്ള പറമ്പുകളും തെങ്ങുകളും കവുങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയിൽ കാണാം. എന്തായാലും നമുക്ക് വീടിൻ്റെ ഉൾവശം ആദ്യം കാണാം കേട്ടോ. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസ് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണാം. നല്ല പട്ടാമ്പി മണൽ ഉപയോഗിച്ച് ഉരുക്ക് പോലെ നിർമ്മിച്ചെടുത്തുള്ളൊരു വീടാണ്. ഏകദേശം 20 വർഷത്തിൻ്റെ ഉള്ളിലാണ് വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല ചുടുകട്ടകൾ കൊണ്ട് നല്ല ബലപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള വീട് തന്നെയാണ്. വാതിലും ജനലുകളും എല്ലാം നല്ല മരത്തിൻ്റെ കാതിലുള്ള മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് തന്നെയാണ്. നല്ല വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ. 2 സൈഡിലും വിൻഡോ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി സിറ്റ് ഔട്ടാണ്. ഒരു ആർച്ച് രീതിയിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാൾ തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ തന്നെയാണ്. 2 സൈഡിലും ജനലുണ്ട്. 3 പാളിയുള്ള ജനലുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഷെൽഫ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുമരിൽ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസുകളും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഷെൽഫ് ഇവിടെയുണ്ട്. നമുക്ക് വലിയ ഫർണിച്ചറുകൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോൾ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ടൊരു ഫാൻ പോയിൻ്റ് ഉണ്ട്. ഹോളിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു വിൻഡോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു പവർ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ആയിട്ട് തന്നെ ഒരു വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ഒരു ഫാൻ പോയിൻ്റ് ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരു ബെഡ്റൂമുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം ഉള്ളത് ഈ സൈഡിലായിട്ടാണ്. നമ്മൾ കിച്ചനോട് ചേർന്നിട്ടുള്ള ഡോറിനോട് ചേർന്നിട്ടുള്ള ഒരു ബെഡ്റൂം. ഇവിടുത്തെ ബെഡ്റൂമുകളുടെ സൈസ് പറഞ്ഞാൽ 2 ബെഡ്റൂം 11x10, 1 ബെഡ്റൂം 10x10 സൈസാണ് കേട്ടോ. നല്ല വലുപ്പത്തിലുള്ള അടുക്കള തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളും അതുപോലെ പൊടികളും ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഡബ്ബികളൊക്കെ അടുക്കി വയ്ക്കാവുന്ന ഒരുപാട് ഷെൽഫുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 2 വിറകടുപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിമ്മിനിയുള്ള അടുപ്പാണ് കേട്ടോ. പാത്രം കഴുകാനുള്ള വലിയൊരു സിങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. കിച്ചനോട് ചേർന്ന് തന്നെ നമുക്ക് വലിയൊരു സ്റ്റോർ റൂം ഉണ്ട്. കിച്ചണിന് നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു വർക്ക് ഏരിയയിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ ഇവിടെ നമുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ളൊരു ചെറിയ കൊട്ടത്തളം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അരകല്ല് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടുകളിലൊന്നും അരകല്ലില്ല, എന്നാലും അരകല്ല് ഒരെണ്ണം അവിടെ ഉണ്ട്. ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല പച്ചമുളകാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് കിണർ കാണാം. കാരണം വെള്ളം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും വെള്ളം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ കിണറ്റിലേക്ക് എത്തി നോക്കാൻ പോവാണ്. നോക്കട്ടെ. ഒരുപാട് കുറേ ചെടികളൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് അടിപൊളി വെള്ളമാണല്ലോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. കാരണം പറ്റാൻ സാധ്യതയില്ല. കാരണം തൊട്ടടുത്ത് പാടുള്ളതുകൊണ്ട് വെള്ളത്തിനൊരു ക്ഷാമം വരില്ല. വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് പുറത്ത് കോമൺ ടോയ്ലറ്റും ബാത്റൂമും ഉണ്ട് കേട്ടോ. വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് പുറത്തുകൂടെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. എന്തായാലും മുകളിലൊന്ന് കണ്ടു നോക്കാം. വിശാലമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്ത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വലിയൊരു സ്പേസ് നമുക്ക് മുകളിലുണ്ട്. മെറ്റൽ ഷീറ്റ് റൂഫാണ് ഉള്ളത് കേട്ടോ മുകളിൽ. അതുപോലെ തന്നെ നമുക്കൊരു വിറക് വരി നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ നമുക്ക് കാർ പോർച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ തരത്തിലുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു കാർ പോർച്ച് തന്നെയാണ് ഇവിടെ ഉള്ളത്.
ഇനി നമുക്ക് പറമ്പിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. വീടിൻ്റെ മുൻവശത്തുള്ള ഒരു പറമ്പാണ്. അതിൽ നിറയെ കവുങ്ങും അതുപോലെ തന്നെ തെങ്ങുകളാണ് ഉള്ളത് കേട്ടോ. തെങ്ങിലൊക്കെ ഈ കുരുമുളകും കൊടികളും കയറ്റി വിട്ടിട്ടുണ്ട്. ഒരുപാട് കുരുമുളക് കൊടികളുണ്ട്. അത്യാവശ്യം നല്ല ആദായം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറമ്പിൻ്റെ അതിരാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് പാടമാണ്. നമ്മുടെ ഈ കിടക്കുന്ന എല്ലാം പറമ്പ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഏകദേശം നമുക്കിവിടെ ഒരു 22ഓളം തെങ്ങുണ്ട്. അതിൽ 15 തെങ്ങോളം നല്ല കായഫലം കിട്ടുന്ന തെങ്ങുകളാണ്. 15 തെങ്ങോളം. 60ഓളം കവുങ്ങ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല കായ്ഫലം ലഭിക്കുന്ന 60ഓളം കവുങ്ങ് നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി പറഞ്ഞൊരു വരമ്പാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തായി കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടല്ലേ, അതിൻ്റെ വലത് ഭാഗത്ത് കാണുന്നതെല്ലാം വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. നമുക്ക് ഇടത് ഭാഗത്ത് കാണുന്നത് കാണുന്നതാണ് നമ്മുടെ സ്ഥലം. ഇത് പറമ്പ് കാറ്റഗറിയാണ്, വീണ്ടും എടുത്ത് പറയുകയാണ്. കാണുമ്പോൾ പാടാണെന്ന് ചിലർ വിചാരിക്കും. പാടമല്ല, പറമ്പിൽ പെട്ടിട്ടുള്ള സ്ഥലം തന്നെയാണ്. ചെറിയൊരു താഴ്ന്ന പ്രദേശമാണെന്ന് മാത്രം. നമ്മുടെ ഈ സ്ഥലങ്ങളുടെ വെച്ചിട്ട് ഏറ്റവും കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കിണറുണ്ട്. ഇത് വേറെ ഒരു കുഴിയല്ല, ഏകദേശം ഒരു 10 റിങ്ങോളം ഇതിൽ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഏത് സമയത്തും നമുക്ക് കിട്ടും. കാരണം പറമ്പ് മുഴുവൻ നനയ്ക്കണമെങ്കിൽ ധാരാളം വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ഈ കിണറിൻ്റെ ഉള്ളിൽ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ പറമ്പ് മുഴുവൻ നമ്മൾ വെള്ളം നനയ്ക്കുന്നത് കേട്ടോ. തെങ്ങുകളും കവുങ്ങുകളും ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 11:30 സമയത്തൊക്കെയാണ് പകൽ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നല്ല തണുത്ത അന്തരീക്ഷമാണ്. നമുക്ക് യാതൊരു ചൂട് അനുഭവപ്പെടുന്നില്ല ഇവിടെ. അത്രയും കൂളായിട്ടുള്ളൊരു ഏരിയയാണ്. കരിമ്പ പള്ളിപ്പടിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നല്ല ടാറിട്ട റോഡ് തന്നെയാണ് നമ്മുടെ പ്ലോട്ടിനോട് ചേർന്ന് കിടക്കുന്നത്. ഇതിപ്പോൾ പൈപ്പിന് വേണ്ടിയിട്ട് ചാലെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള റോഡിൻ്റെ പ്രശ്നങ്ങളാണ്. നല്ല ടാറിട്ട റോഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ദൂരം നമ്മുടെ ഈ പ്ലോട്ടിനോട് ചേർന്ന് അടുത്ത് തന്നെ വീടുകൾ, ഇഷ്ടംപോലെ വീടുകളുണ്ട്. ചുറ്റുപാടും ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ തന്നെയുണ്ട്. ഇത് വേറൊരു അയലോക്കാണ് കേട്ടോ. നമ്മുടെ പറമ്പിനോട് ചേർന്ന് തന്നെ ഓരോ കാണുന്ന വീടുകൾ തന്നെയാണ് ഈ കാണുന്നത്. റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ്. വലിയൊരു മതിലും നമുക്കൊരു ഗേറ്റും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റോഡിനോട് ചേർന്ന് വലിയൊരു ഏരിയ നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഈ ഫ്രണ്ടേജിൽ കാണുന്ന പറമ്പിൽ നമ്മൾ മൊത്തം റബ്ബറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 70ഓളം റബ്ബർ നമുക്ക് നമ്മുടെ ഈ പറമ്പിലുണ്ട്. ഇപ്പം നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ തന്നെയാണ്. ഇപ്പോൾ വെട്ടിയിട്ട് പാലെടുത്തിട്ട് നമ്മൾ പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റോഡ് സൈഡിലുള്ള അതിര് ഇതായി കാണുന്നതാണ്. ഇവിടെ കരിങ്കല്ല് കൊണ്ടുള്ളൊരു കുറ്റി കാണാം. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ വന്ന് തിരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പറമ്പിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇവിടെ ഒരു 3 കൂടി ജംഗ്ഷനാണ്. ഒന്ന് പള്ളിപ്പടിയിലേക്കും ഒന്ന് പാടത്തേക്കും ഒന്ന് വേറൊരു സ്ഥലത്തേക്കും പോകുന്ന ഒരു ജംഗ്ഷനാണിത്. അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ വന്ന് തിരിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള വലിപ്പമുള്ളൊരു റോഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ. ഗേറ്റ് കടന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടത് ഭാഗത്തൊക്കെ വീടുകളുണ്ട്. ഒരു 2-3 വീടുകളൊക്കെ അപ്പുറത്തായിട്ട് വേറെയുണ്ട്. നമ്മുടെ പറമ്പിൻ്റെ അതിര് എന്ന് പറയുന്നത് ഈ കാണുന്ന അതിരാണ് കേട്ടോ. എന്തായാലും നീളത്തിലൊരു പോസ്റ്റ് കിടക്കുന്ന കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ അതിര് എന്ന് പറയുന്നത് കേട്ടോ. നീല ടാങ്ക് കണ്ടില്ലേ, അതിനോട് ചേർന്നിട്ടുള്ള അതിര് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു 10 റിങ് ഇറക്കിയിട്ടുള്ള കിണറിൻ്റെ അറ്റം വരെ അങ്ങ് ചെല്ലും കേട്ടോ. ഞാനിപ്പോൾ വരുന്നത് നമ്മൾ ഈ നേരത്തെ കണ്ടിട്ടുള്ള റോഡിനോട് ചേർന്നിട്ടുള്ള അതിരിനോട് ചേർന്ന് ഞാനിങ്ങനെ ഇറങ്ങുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ അതിരൂടി കാണാൻ വേണ്ടിയിട്ട് ഈ സൈഡിലൂടെ ഇറങ്ങിയതാണ്. എന്തായാലും നമുക്ക് ഈ ഭാഗത്തു കൂടി നമുക്ക് നമ്മുടെ മെയിൻ റോഡിലേക്ക് റോഡ് വെട്ടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പറമ്പ് 3 തട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തട്ടിൽ റബ്ബർ വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ തട്ടിൽ വാഴയും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ തട്ടിൽ മൂന്നാമത്തെ തട്ടിലുണ്ട് കേട്ടോ. പിന്നെയാണ് നമുക്ക് വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ഇറങ്ങി വന്ന ആ റോഡാണ് ഈ കാണുന്നത്. നമ്മൾ ടാറിട്ട് റോഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം. നമ്മൾ തിരിച്ചു പോകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന തട്ടിലാണ് നമ്മുടെ റബ്ബർ വെച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ തട്ട് വരുന്നത് കേട്ടോ. ഈ രണ്ടാമത്തെ തട്ടിലാണ് നമ്മൾ തെങ്ങുകളും അതുപോലെ തന്നെ വാഴയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. നേരത്തേക്ക് നേന്ത്രവാഴയൊക്കെ ഒരുപാട് വെച്ചിട്ട് വിളവെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഇറിഗേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ സ്ഥലം വാങ്ങുന്ന ആളുകൾ ഈ തട്ടുകളായിട്ടുള്ള ഇതൊക്കെ ഒന്ന് കെട്ടിയിട്ട് മണ്ണൊന്ന് വലിച്ച് ലെവലാക്കി കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് നമുക്കിത് പ്ലോട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കരിമ്പ പഞ്ചായത്ത് അതുപോലെ തച്ചമ്പാറ മുണ്ടൂർ പഞ്ചായത്തുകളിലേക്ക് കടന്നു പോകുന്ന മലയോര ഹൈവേയിൽ ഒരുപാട് ആളുകൾക്ക് സ്ഥലം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ സ്ഥലമായിട്ട് 5 കിലോമീറ്റർ മാത്രമേ ഈ മലയോര ഹൈവേയുടെ ഒരു ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മലയോര ഹൈവേയിൽ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് വീട് വയ്ക്കാനുള്ള ഒരു സൗകര്യവും അതിൻ്റെ ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്.
നമ്മുടെ പറമ്പിനോട് ചേർന്ന് തന്നെ വേറെയും വീടുകളുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വീട് ഇതാണ്. തൊട്ടപ്പുറത്ത് ഒരുപാട് വീടുകളുണ്ട്. ഈ വാഴത്തോട്ടത്തിൻ്റെ ഈ സൈഡിലുള്ള ഒരു അതിരാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് ഇത് കുറച്ചൊരു ചെടികളൊക്കെ വളർന്നുകൊണ്ട് നമുക്ക് അതിര് കറക്റ്റായിട്ട് കാണുന്നില്ല. അത് വെട്ടുകല്ലുകൊണ്ടാണ് നമ്മുടെ ഒരു ചെറിയൊരു അരമതിൽ പോലെ നമുക്ക് നമ്മൾ ആ റോഡ് മുതൽ ആ നമ്മൾ കണ്ട കിണറിൻ്റെ എൻഡ് വരെ നമുക്ക് മറ്റേ വെട്ടുകല്ല് കൊണ്ടുള്ള ചെറിയൊരു അരമതിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി വെള്ളം, സൂപ്പർ വെള്ളം. നമുക്കിത് എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ 10 റിങ് ഇറക്കിയിട്ടുള്ള ചെറിയൊരു പറമ്പിൻ്റെ അറ്റത്തുള്ള കിണറില്ലേ, അതിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഈ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളമാണ് നമ്മുടെ പൈപ്പിലൂടെ വരുന്നത്. ഇവിടെ എല്ലാം നനയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആ വെള്ളം കൊണ്ടാണ്. ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല, അയ്യോ എൻ്റെ മേത്ത് വെള്ളമായല്ലോ. ആ സാധനം ഇങ്ങനെ കറങ്ങി വരുന്ന കാര്യം ഞാൻ ആലോചിച്ചില്ല കേട്ടോ. അതും എൻ്റെ മേത്ത് ചെളിവെള്ളം തെറിച്ചിട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പറമ്പിലിപ്പോൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ആളുകൾ കൃഷി ചെയ്യാൻ എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനുള്ള സെറ്റപ്പുകൾ ഇവിടെ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ്ലറിലൂടെ ചീറ്റുന്ന വെള്ളം നല്ല ദൂരത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ല പവറായിട്ടുള്ള ഒരു സ്പ്രിംഗ്ലറിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വാഴകളെല്ലാം തനിയെ മുളച്ചു വന്നിട്ടുള്ള വാഴകളാണ്. ഇത് നമ്മൾ കൃഷിക്കായിട്ട് വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാലനം കുറവാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലത്തിനെക്കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങളിതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് വിളിച്ച് സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്താം കേട്ടോ. എൻ്റെ ചാനൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.